നമ്മുടെ കേരളത്തിലുള്ള ഒരു യങ് ഓൺട്രപ്രണറോട് അവർക്ക് വിജയിക്കണമെങ്കിൽ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? ഫോക്കസ്ഡ് ആവുക, ഫോക്കസ്ഡ്, ഡിസിപ്ലിൻഡ് ആവുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പലർക്കും ഫോക്കസ് ഇല്ല. എൻ്റെ ബിസിനസ് ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? രണ്ട് ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിനും വ്യക്തിപരമായ ഡിസിപ്ലിനും ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് മുമ്പേ ആദ്യം ചോദിച്ചല്ലോ സുഹൃത്തുക്കൾ എത്രയുണ്ടെന്ന്. ഇപ്പോൾ കണ്ടമാന സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കളുടെ ഒപ്പമുള്ള ഒരു ജീവിതവും ആസ്വാദനവും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം അവർക്ക് വേണ്ടി സമയം ഞാൻ മാറ്റണ്ടേ. ആ സമയം എൻ്റെ ഉള്ള സമയത്തിൽ നല്ല എടുത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ സമയവും കൂടെ എൻ്റെ ഈ സംരംഭങ്ങൾക്കും അവിടെ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചെലവഴിക്കാനും അതിനുവേണ്ടിയുള്ള പ്ലാനിങ്, ചിന്തകൾ, ആശയരൂപീകരണം, നടപ്പാക്കലിനുള്ള ഫോളോ അപ്പ്, ഇത്തരം കാര്യങ്ങൾ മുഴുകുന്നു. അപ്പോൾ ഡിസിപ്ലിൻ, ഫോക്കസ്, ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ചിലർ വരുന്ന കാശെല്ലാം എടുത്ത് വേറെ കാര്യങ്ങൾക്ക് മറിക്കും. ഞാനൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങിയപ്പോഴും എൻ്റെ നിലവിലുള്ള ഒരു സ്ഥാപനത്തെ അത് ബാധിച്ചില്ല. കാരണം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എനിക്കുണ്ട്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മറ്റു സ്ഥാപനം പൂട്ടിപ്പോയേനെ. ഒരു ചാനലിന് കാശ് കൊടുക്കാൻ മാത്രമൊന്നും ലേബർ ഇന്ത്യയുടെ ലാഭമില്ല. ലേബർ ഇന്ത്യ ആയിട്ട് വിട്ടു, സഫാരി ആയിട്ട് വിട്ടു. ഓരോന്നും സഞ്ചാര എക്സ്പ്ലോറേഷൻസ് ആയിട്ട് പോകുന്നു. ഇതിന് മൂന്നിനും പോകാനുള്ള പണം അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി. എല്ലാത്തിലും അത്യാവശ്യം മിനിമം ലാഭം ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. മിനിമം ലാഭം ഇല്ലാതെ ഒരു സ്ഥാപനം നടത്തുന്നതിൽ അർത്ഥവും ഇല്ല. അമിത ലാഭവും അത്യാഗ്രഹവും ഉണ്ടാകാതിരുന്നാൽ മതി.